ഈ മാസം 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ കേന്ദ്ര സർക്കാർ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശം അവർ പറയുന്നത് വനിതാ സംവരണ ബില്ല് ചർച്ചകൾക്കായി എന്നതാണ്. എന്നാൽ വനിതാ സംവരണ ബില്ലിനെ മറയാക്കിയുള്ള സർക്കാരിന്റെ ഗൂഢലക്ഷ്യങ്ങൾക്കെതിരെ തുറന്നടിക്കുകയാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി. കഴിഞ്ഞ ദിവസം പ്രമുഖ ദേശീയ പത്രത്തിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് സോണിയാഗാന്ധി കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. തമിഴ്നാട്, പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഇത്തരമൊരു സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനാണെന്ന് സോണിയാഗാന്ധി പറയുന്നു. കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം വനിതാ സംവരണമല്ലെന്നും മണ്ഡല പുനർനിർണയം അഥവാ ഡീലിമിറ്റേഷൻ ആണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇതുവഴി പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനാണ് സർക്കാരിന്റെ നീക്കം. 2023 പാസാക്കിയ വനിതാ സംവരണ ബില്ലിൽ ഭേദഗതി വരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പിന്തുണ തേടിയിരുന്നു. വനിതാ സംവരണം ഇതിനകം തന്നെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അതിൽ പുതിയതായി ഒന്നുമില്ലെന്നും സോണിയാഗാന്ധി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം മണ്ഡല പുനർനിർണയമാണ്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മാത്രമാണ് കേന്ദ്രം ഇതിനെ മുന്നോട്ട് വയ്ക്കുന്നത്. ലോക്സഭയുടെ അംഗബലം വർദ്ധിപ്പിക്കുന്ന മണ്ഡല പുനർനിർണയ പ്രക്രിയ കേവലം എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാകരുത്, മറിച്ച് രാഷ്ട്രീയ പ്രാതിനിധ്യത്തിലെ നീതി ഉറപ്പാക്കുന്നതാകണമെന്ന് പറയുകയാണ് സോണിയാഗാന്ധി. വനിതാ സംവരണം നടപ്പിലാക്കുന്നത് സെൻസസുമായി ബന്ധിപ്പിച്ചത് സർക്കാരാണ്. ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ച സംസ്ഥാനങ്ങളെ ദോഷമായി ബാധിക്കുന്ന രീതിയിലാകരുത് ഈ പുനർനിർണയം. സെൻസസിന് മുൻപേ മണ്ഡല പുനർനിർണയത്തിനായി കാണിക്കുന്ന ഈ വെപ്രാളം ജനാധിപത്യ വിരുദ്ധമാണെന്നും സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സർവകക്ഷി യോഗം വിളിക്കണം എന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം അതിനെ കൂട്ടാക്കിയിട്ടില്ല. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആവശ്യമാണ് താനും. എന്നാൽ ആ വ്യക്തത വരുത്താതെയാണ് മോദി സർക്കാർ ഇപ്പോൾ ബില്ലിന്മേൽ ചർച്ച നടത്താൻ പോകുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മന്ത്രിസഭാ യോഗം കൂടി ഈ കരട് ബില്ലിന് അംഗീകാരം കേന്ദ്രം നൽകിയത്. എന്നാൽ കരട് ബില്ലിന് അംഗീകാരമായിട്ടും ഇതുവരെയും അതിന്റെ വിശദാംശങ്ങൾ സർക്കാർ പാർലമെന്റ് അംഗങ്ങൾക്ക് നൽകിയിട്ടില്ല. ഇതിനു പിന്നിൽ ദുരൂഹത ഉണ്ടെന്ന് നേരത്തെ തന്നെ എംപിമാർ ആരോപണം ഉന്നയിച്ചതാണ്. ഇക്കാര്യം സോണിയയും ആവർത്തിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി സത്യം മറച്ചുവെക്കുകയാണെന്നും താൻ പറയുന്നതാണ് നിയമം എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭരണമെന്നും സോണിയാഗാന്ധി ലേഖനത്തിൽ ശക്തമായി വിമർശിക്കുന്നുണ്ട്. എത്രയും വേഗം ബില്ലിന്റെ വിശദാംശങ്ങൾ എംപിമാർക്ക് കൈമാറണമെന്നും സോണിയ ആവശ്യപ്പെടുന്നു. ഒപ്പം ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷം നേരത്തെ പറഞ്ഞ സർവകക്ഷി യോഗം വിളിക്കണമെന്നും സോണിയ ആവർത്തിക്കുന്നുണ്ട്. 2021 നടത്തേണ്ട സെൻസസ് കഴിഞ്ഞ 5 വർഷമായി സെൻസസ് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നത് സർക്കാരിന്റെ തീരുമാനമാണ്. സെൻസസ് വൈകുന്നത് കൊണ്ട് തന്നെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളെ നല്ല രീതിയിൽ തന്നെ സെൻസസ് വൈകുന്നത് ബാധിച്ചിട്ടുണ്ട്. 10 കോടിയോളം ആളുകളെ ഇത് പ്രതികൂലമായി നിലവിൽ ബാധിച്ചിട്ടുണ്ടെന്നും സോണിയ ചൂണ്ടിക്കാട്ടുന്നു. ജാതി സെൻസസ് വൈകിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യമെന്നും സോണിയ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട്. 2027 സെൻസസിൽ ജാതി വിവരം ഉൾപ്പെടുത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും അത് നീട്ടിക്കൊണ്ടു പോകാനാണ് യഥാർത്ഥത്തിൽ അവർ ശ്രമിക്കുന്നത്. അതേസമയം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണം നൽകുന്നത് പോലെ തന്നെ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും വനിതാ സംവരണത്തിൽ പ്രത്യേക ക്വാട്ട നൽകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സോണിയാഗാന്ധിയും ആവർത്തിച്ചു. തിരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കുന്ന സമയത്ത് തന്നെ നിലവിലെ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് പ്രത്യേക സമ്മേളനം വിളിക്കേണ്ട ആവശ്യമില്ലെന്ന് സോണിയാഗാന്ധി പറയുന്നതിലും കാര്യമുണ്ട്. ജൂലൈ പകുതിയോടെ ആരംഭിക്കുന്ന മൺസൂൺ സമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന ആശയമാണ് സോണിയാഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത്. അത് ശരിയാണ് താനും. മോദി സർക്കാരിന്റെ ഗൂഢലക്ഷ്യങ്ങൾ എല്ലാ കാര്യത്തിലും എന്ന പോലെ ഇതിലും നടപ്പിലാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതിഫലനം കൊണ്ട് തന്നെ കൂടിയാലോചിച്ച് പ്രതിപക്ഷ അഭിപ്രായങ്ങൾ മാനിച്ച് ഒരു കാര്യത്തിൽ മുന്നോട്ടു പോകുന്നതിന് അവർ വിമുഖത കാണിക്കും. ഈ വിഷയത്തിലും അത് തന്നെയാണ് കേന്ദ്രത്തിന്റെ നിലപാട്. അവരുടെ അജണ്ട ഒരു രീതിയിലും ജനാധിപത്യ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാനാകുന്നതല്ല എന്നതുകൊണ്ട് തന്നെ തിടുക്കത്തിൽ ബില്ലുകൾ പാസാക്കി അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനാകും അവരുടെ ശ്രമം. ഇതിനെതിരെയാണ് സോണിയാഗാന്ധി ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത്. പൊതുജനത്തിനുൾപ്പെടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് ഉപകരിക്കുകയും ചെയ്യും. പ്രത്യക്ഷത്തിൽ വനിതാ സംവരണം എന്ന നല്ല ആശയത്തെ മറയാക്കി അനീതിയുടെ രാഷ്ട്രീയം കളിക്കുക, ഭരണം നിലനിർത്താൻ എന്ത് നെറുകിട്ട കളിയും കളിക്കുമെന്ന അവരുടെ സ്ഥിരം പരിപാടിയുടെ തുടർച്ച. ഇത് ഇനിയും അനുവദിക്കാതെ ഇരിക്കാനാകും പ്രതിപക്ഷത്തിന്റെയും സോണിയയുടെയും ശ്രമം. ജനാധിപത്യ വിരുദ്ധത കാണിക്കാൻ ഒരു ഉളുപ്പുമില്ലാത്ത മോദിയുടെയും കേന്ദ്രത്തിന്റെയും തിടുക്കം പൊളിച്ചടുക്കുക തന്നെ വേണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.